2017 ആരംഭിച്ച സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് 2025-26 കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ആക്ച്വലി പ്രതിഫലിക്കേണ്ട ഗുണങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കുണ്ട്. അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നിർമ്മിച്ച കടകൾ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. മന്ത്രി എന്താണ് ഈ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള അടക്കം നിർമ്മാണം നേരിൽ കണ്ടിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എന്തായി? അല്ല, മന്ത്രി ആ കാഴ്ചകളൊക്കെ കണ്ട് ഞെട്ടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോറൻസിക് ഓഡിറ്റ് എന്തായാലും വേണ്ടി വരും. ഫോറൻസിക് ഓഡിറ്റ് വേണ്ടി വരും. അത് ഞങ്ങൾ മീറ്റിങ്ങിൽ പറയാനും പോവുകയാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിരവധി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ നാളുകളിലായി ഈ നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് BJP ഭരണസമിതി തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ തുടങ്ങിയത് മുതലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ സ്മാർട്ട് സിറ്റിയിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നത്. ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷ് ഈ ഒരു കെട്ടിട നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കുന്നതിനായി ഫോറൻസിക് ഓഡിറ്റ് നടത്തും എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ നിലവിലിപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ കേന്ദ്ര സഹമന്ത്രി നിലവിലിപ്പോൾ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഈ അപാകതകൾ എല്ലാം തന്നെ, അതായത് ഈ നിർമ്മാണത്തിലെ അപാകതകൾ എല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ഉയർന്നു വരുന്ന ചോദ്യം കൂടുതൽ നടപടികളിലേക്ക്, അതായത് ഈ നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് നഗരസഭാ മേയറായ VV രാജേഷ് തന്നെ. ഈ സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിൽ വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് എന്ന് മുൻപേ വ്യക്തമായതാണ്. നിലവിലിപ്പോൾ കേന്ദ്ര സഹമന്ത്രി ഇന്നലെ വന്ന് സന്ദർശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് മനസ്സിലായത്? സ്മാർട്ട് സിറ്റി നിർമ്മാണം വളരെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചത്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെ ഉൾപ്പെടെ വിഹിതമുണ്ട്. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടി. അതാണല്ലോ സ്മാർട്ട് സിറ്റി. അപ്പോൾ അതിൽ IAS ഓഫീസറാണ് എൻ്റെ CEO. അപ്പോൾ എന്നാൽ 2017 ആരംഭിച്ച സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് 2025-26 കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ആക്ച്വലി പ്രതിഫലിക്കേണ്ട ഗുണങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഏറ്റവും അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നിർമ്മിച്ച കടകൾ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഇതിലൊക്കെ തന്നെ ചിലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്ന് പലയിടത്തും ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ അങ്ങ് യൂസ്ഫുൾ ആവുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വിയോജിപ്പുകളും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയതിനെക്കുറിച്ചും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ടെൻഡറൊന്നും ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോഴേക്കും നമ്മൾ ഇനിയും വികസനത്തിലേക്ക് പോവുകയാണ്. ഇനിയും വിവിധ സർക്കാരുകളുടെ ഒക്കെ വികസന ഫണ്ടൊക്കെ ഇവിടെ വരുമല്ലോ. അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊരു ഓഡിറ്റ് ഉണ്ടാകണം, ജനങ്ങൾക്ക് ബോധ്യപ്പെടണം, ഭരണസമിതികൾക്ക് ബോധ്യപ്പെടണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ചർച്ച ചെയ്തത്. മന്ത്രി എന്താണ് ഈ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള അടക്കം നിർമ്മാണം നേരിൽ കണ്ടിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എന്തായി? അല്ല, മന്ത്രി ആ കാഴ്ചകളൊക്കെ കണ്ട് ഞെട്ടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വൈകുന്നേരം 5:30 മണിക്കൊക്കെ തന്നെ ജനങ്ങളൊക്കെ തന്നെ പുറത്തിറങ്ങുന്ന സമയം നടൻ അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് പാർക്കുകളുണ്ട്, കനകക്കുന്നുണ്ട്, ഇതിനൊക്കെ ഇടയിലാണല്ലോ റോഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ജനത്തിരക്കുള്ള ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള സ്ഥലമാണ്. എപ്പോഴും നിശാഗന്ധി ഓഡിറ്റോറിയം തൊട്ട് താഴെയുണ്ട്. അവിടെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ ഏതൊരു കട തുടങ്ങിയാലും നല്ല രീതിയിലുള്ള ബിസിനസ് നടക്കേണ്ട കടമാണ്. പക്ഷേ അവിടെ മുറികൾ വാടകയ്ക്ക് എടുക്കാൻ പോലും കച്ചവടക്കാർ തയ്യാറാകുന്നില്ല. വർഷങ്ങളായില്ലേ. അപ്പോൾ മന്ത്രിയൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഇതെന്താ സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും അശാസ്ത്രീയമായുള്ള നിർമ്മാണം, ജനങ്ങളുടെ പണമല്ലേ, അത് മുടക്കുമ്പോഴേക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഒന്ന് വെരിഫൈ ചെയ്തില്ലെങ്കിൽ, ചെക്ക് ചെയ്തില്ലെങ്കിൽ നാളെയും ഇത് ആവർത്തിക്കും. അപ്പോൾ അത് തടയുവാനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുന്നത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നാണ്. അല്ല, ഫോറൻസിക് ഓഡിറ്റ് എന്തായാലും വേണ്ടി വരും. ഫോറൻസിക് ഓഡിറ്റ് വേണ്ടി വരും. അത് ഞങ്ങൾ മീറ്റിങ്ങിൽ പറയാനും പോവുകയാണ്. അതിൻ്റെ ഈ ഒരു നടപടിക്രമത്തിൻ്റെ പ്രൊസീജിയർ എന്താണ് ഈ ഫോറൻസിക് ഓഡിറ്റിൻ്റെ? ആദ്യം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ട് സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കോർപ്പറേഷൻ്റെ ആവശ്യം കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കും. അത് ചർച്ച എങ്ങനെയാണ് പുരോഗമിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും സ്മാർട്ട് സിറ്റി യോഗത്തിൽ കോർപ്പറേഷൻ മേയറും സെക്രട്ടറിയൊക്കെ പങ്കെടുക്കുമല്ലോ. അപ്പോൾ ആ ചർച്ചകളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പിന്നീട് നമുക്ക് മുമ്പോട്ട് പോകാം.
എന്തായാലും മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേടുകളാണ് ഈ സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിർമ്മാണങ്ങൾക്ക് വല്ല പദ്ധതിയും ഉണ്ടോ? അത്തരത്തിലൊരു ധാരണ ഇന്നലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേന്ദ്രം? അല്ല, ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തലല്ല, ഇന്ന സമയത്ത് ക്രമക്കേട് സംഭവിച്ചു അങ്ങനെ ഒരു വിലയിരുത്തലും ഞങ്ങളിപ്പോൾ എത്തുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇതിനെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങൾ ഒരു നല്ലൊരു ഓഡിറ്റിലൂടെ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ നല്ലൊരു വിലയിരുത്തലിനും നിയമപരമായ കാര്യങ്ങൾക്ക് വിധേയമാക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനും നോക്കണമല്ലോ. അപ്പോൾ ആ മെക്കാനിസം കൂടിയാണ് ഞങ്ങൾ ഇൻവോക്ക് ചെയ്യുന്നത്. എന്തായാലും ഈ ഫോറൻസിക് ഓഡിറ്റ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. അല്ല, അതിൽ ആദ്യഘട്ട സ്മാർട്ട് സിറ്റിയുടെ യോഗം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയെ കൊണ്ട് വിളിപ്പിക്കുക എന്നുള്ളതാണ്. ആ യോഗം വിളിക്കുമ്പോഴേക്കും അവിടെ ചർച്ച വരും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി ഈ നിർമ്മാണ പ്രവർത്തികളെല്ലാം തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. വലിയ അപാകതയാണ്, അഴിമതിയാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഫോറൻസിക് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്നാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.